എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം വി ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നൊരു ദിവസം ദൈവം ദാനമായി തന്ന് അതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ എന്തുകൊണ്ട് എല്ലാവരും വീഡിയോ ഒക്കെ കണ്ടോ? ഇന്നലത്തെ വീഡിയോ ഒക്കെ കണ്ടോ? കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ട് സപ്പോർട്ടൊക്കെ ചെയ്യണേ. പിന്നെന്താ, എന്നും കുഞ്ഞു വീഡിയോയാ, ഇന്നും ഒരു കുഞ്ഞു വീഡിയോയാ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ മീൻ ഇങ്ങനെ പറഞ്ഞാൽ എനിക്ക് ഡൽഹിയിലാണ് പുള്ളിക്കാരെ താമസിക്കുന്നത്. അവിടെയൊക്കെ ചൂര കിലോ 360 രൂപയെന്ന്. ഇവിടെ അങ്ങനെ ചില സമയത്ത് വില കാണും, ചില സമയത്ത് കാണുമല്ലോ. ചില മീനുകൾ ചില സീസൺ സമയത്ത് കിട്ടും, അങ്ങനെ ഉണ്ടല്ലേ. ആ സമയത്തൊക്കെ വില കുറവായിരിക്കും. ചില സമയത്ത് ഇവിടെ കിട്ടാതെയും വരും അങ്ങനെ. എന്നാലും നാട്ടിലത്തേൻ്റെ അത്രയൊക്കെ വരത്തില്ല കേട്ടോ. നാട്ടിലാണെങ്കിലും ഇപ്പോൾ നല്ല വിലയാണെന്ന് പറയുന്നേക്കാം. നല്ല മീനുകൾ ഇപ്പം കൊച്ചുമത്തി ഉണ്ടെന്ന് പറയുന്നത്. അല്ലാത്തപ്പോഴും എനിക്കിവിടെ മീനൊക്കെ ഇച്ചിരി നന്നായിട്ട് കിട്ടുമ്പം വീട്ടിൽ വിളിക്കുന്നവരെ പറയൂ ഇവിടെങ്ങും അത്രയും വിലയ്ക്കൊന്നും കിട്ടത്തില്ലെന്ന്. പിന്നെന്താ, സവാളയുടെ കാര്യം ഞാൻ അന്ന് വാങ്ങിച്ചത് 80 രൂപയായിരുന്നു. ആ സമയത്ത് നാട്ടിൽ 100 രൂപയാന്ന് പറയുന്നത് കേട്ടോ. മായയും പറഞ്ഞു, ഉഷാദേവി പറഞ്ഞു, പ്രീതി ചേച്ചിയും പറഞ്ഞെന്ന് തോന്നുന്നു. എല്ലാത്തിനും വിലയാണ്. ഞാൻ ചിന്തിക്കും ഈ കൂടുന്നത് ഇനി കുറഞ്ഞില്ലെങ്കിൽ മനുഷ്യരെങ്ങനെ എന്തു ആണേലും എത്ര ആണേലും നമ്മൾ വാങ്ങിക്കുന്നേ. ഏത് മനുഷ്യരാണേലും ആവശ്യമുള്ള സാധനങ്ങൾ അത് കുറച്ചേ ഉപയോഗിക്കുന്നുള്ളൂ എങ്കിലും ചേർക്കേണ്ട സാധനങ്ങൾ നമ്മൾ ചേർക്കുവേ. അതുകൊണ്ട് മനുഷ്യർ എന്തോ ചെയ്യുമെന്നുള്ള ഇതാണ് ഇപ്പം വരുന്നത്. അല്ലാതെ കൂടിയിട്ടൊന്ന് ഇപ്പം ചില സമയത്ത് ഈ സവാളയൊക്കെ ആണെങ്കിൽ ഈ മഴയൊക്കെ വന്ന് കൃഷിയൊക്കെ നശിച്ചു പോയി, അന്നേരം ഒന്ന് വില കൂടി പിന്നെ കുറയും എന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. പക്ഷേ ഇത് കൂടിയത് ഒരു വെളുത്തുള്ളി തന്നെ ഇപ്പോൾ വർഷമായെന്ന് തോന്നുന്നു 400 രൂപയൊക്കെ ആയിട്ട്. അപ്പം നമ്മൾ ഈ അച്ചാർ ബിസിനസ്സൊക്കെ ഉള്ളപ്പോൾ നമുക്ക് നമ്മൾ വിലയും കൂടെ ഒക്കെയാണെന്ന് പറയും. അച്ചാറിൻ്റെ വില കാണുമ്പോൾ അയ്യോ എന്ന് പറയും. പക്ഷേ അവർ ചിന്തിക്കുന്നില്ല, എല്ലാത്തിനും ഇഞ്ചിക്കാന്നേലും വെളുത്തുള്ളിക്കാന്നേലും മുളക് പൊടിക്ക് എല്ലാത്തിനും വിലയല്ലേ. അപ്പം നമ്മളിപ്പോൾ നിസ്സാരം നമ്മൾ ഇപ്പോൾ എന്താണേലും നമ്മൾ മാർക്കറ്റിൽ ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾക്ക് വിലയാണെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ ഇത്രയും വിലയായി ഞങ്ങൾ വാങ്ങിക്കത്തില്ലെന്നൊന്നും പറയത്തില്ല. എല്ലാവരും വാങ്ങിച്ചേ പറ്റത്തുള്ളൂ. ഞാനാണെങ്കിൽ ഇച്ചിരി സവാളയൊക്കെ തോരനൊക്കെ ആണെങ്കിൽ 2-3 ഒക്കെ അരിഞ്ഞ് മൂത്ത് അതിപ്പം ഞാൻ ഒരെണ്ണമൊക്കെ ആക്കി. ഇച്ചിരി ടേസ്റ്റ് കുറഞ്ഞാലും സാറില്ല, എന്തോ ചെയ്യുമെന്നുള്ളത്. പിന്നെന്തുവാ, പിന്നെ ഇങ്ങനൊന്നുമില്ല, പ്രത്യേകിച്ചൊന്നുമില്ല. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാമേ. ഇത് ഓഫാകാനും പ്രയാസം. ഫ്രീസൻ, നീ ഈ താഴെ പോകുമ്പം നിന്റെ കൂട്ടുകാരാരൊക്കെയാടാ? ജോർഡൻ ഒരു മലയാളി കൊച്ചാ. അവൻ്റെ അമ്മ ഇവിടെ ജനിച്ച് വളർന്നയാ. വിരാജ്, മുദിത്ത്, വേദ്, നിയ. എന്നിട്ട് എന്തോ നിങ്ങൾ കളിക്കുന്നേ? ഗോഡ്സില അല്ലെങ്കിൽ ടേബിൾ ടെന്നീസ് കളിക്കത്തില്ല? ഇല്ല. എന്നിട്ട് നീ എന്നോട് ഇവിടുന്ന് പറഞ്ഞിട്ട് പോകും ഒരു 7:30 ആകുമ്പോൾ പോകും, വാച്ചൊക്കെ കിട്ടിയിട്ട് പോകും. ഞാൻ 8:30 9 o'clock കയറി വരാമെന്ന് പറഞ്ഞിട്ട് നീ എന്താ പിന്നെ 10:30 ആയ ഞാൻ വന്ന് ഇവിടെ തരാം. ഞാൻ വന്ന് വിളിച്ചാലേ നീ എന്താ സമയം നോക്കത്തില്ലേ? നേരെ ഇരി. നിനക്ക് കളിക്കണം ശരി തന്നെ, കളിക്കുന്നതിന് ഒരു ലിമിറ്റ് ഇല്ലയോടാ. നീ എന്നോട് പറഞ്ഞിട്ട് പോകും മമ്മി ഞാൻ വന്നിട്ട് പഠിച്ചോളാന്ന്. പിന്നെ വന്നിട്ട് നീ എന്തോ ചെയ്യും? ഇങ്ങോട്ട് നോക്കി പറ. വന്നിട്ട് നീ എന്തോ ചെയ്യും? പഠിക്കുവോ? വന്നിട്ട് എന്ത് പഠിച്ചടാ? പഠിക്കും. പിന്നെ അങ്ങനെ ആക്കാതെ മുഖം ക്ലിയർ ആവുന്നില്ല. പിന്നെ പിന്നെന്തുവാ? താഴ്ച അടി കൂടുവോടാ നിങ്ങള്? ആ കളിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ബെസ്റ്റ് ഫ്രണ്ട് ആരാ നിന്റെ? അത് വിരാജ് അല്ലെങ്കിൽ ജോർഡനോ? ജോർഡൻ നല്ല കൊച്ചല്ലേ? അല്ലേ? ഇല്ല. മമ്മിയൊക്കെ താഴെ വരുമ്പോൾ മമ്മിയുടെ അടുത്തൊക്കെ നല്ല റെസ്പെക്റ്റിലാ കൊച്ചു സംസാരിക്കുന്നത്. അതാവും മമ്മി വരും. പിന്നെന്തോ കാണണം. ആണോ? അടി കൂടുവോ? നിന്നെ അടിക്കുവോ? നിന്നെ അടിച്ചിട്ടുണ്ടോ? ആണോ? ജോർസെ ഒത്തിരി വേദനിപ്പിച്ചടിച്ചോ അതോ തമാശക്കോ? തമാശക്ക് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അടിക്കും.
മണ്ണ് വാരി എറിയാതിരുന്നത്. ഒരു സമയത്ത് താഴെ പോയി അങ്ങോട്ടും ഇങ്ങോട്ടും തലയിലൊക്കെ അത് വിട്, തലയിലൊക്കെ മണ്ണ് വാരി എറിഞ്ഞ് കണ്ണിലൊക്കെ ആവുമായിരുന്നു. ഇല്ല, ഇപ്പൊ പറയാ ഇന്നിനി മീറ്റിംഗ് ഉണ്ട്, ഞാൻ എന്നിട്ട് പോയിക്കോട്ടെ, താഴെ 9:30 കഴിയും തീരണേ. നാട്ടിലൊക്കെ ആ സമയത്ത് എല്ലാവരും ഉറക്കമാവും കൂടെ പ്രൈസൻ. നീ ഇവിടെ പോകുന്നു, ഇങ്ങോട്ട് വന്നേ. ഇന്നിനിയും പോണ്ട. ഇപ്പൊ സമയമായി 7 o'clock. ഞാൻ എളുപ്പം അങ്ങ് എഡിറ്റ് ചെയ്തതാ. രാവിലെ ദോശയാണ് ഉണ്ടാക്കുന്നത്. ദോശയും ഇഡലി ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പുറത്തിവിടെ ഇഡലി റെഡിയാവുന്നുണ്ട്. ഇവിടെ പോൾമോന് കൂടുതലും കട്ടി കുറഞ്ഞ ദോശയാണ് ഇഷ്ടം. അപ്പം ചോറ് ഇന്നലത്തെ ഇല്ല, അതുകൊണ്ട് രാവിലെ അങ്ങ് കഞ്ഞിയും കൂടെ വയ്ക്കാമെന്ന് വെച്ചു. കഞ്ഞിക്ക് അരി ഇടാൻ വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് അവിടെ അടപ്പത്തിരിപ്പുണ്ട്. അപ്പം ദോശ ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കിയെടുക്കട്ടെ. അപ്പം പോൾമോൻ ഇപ്പോൾ ഒരു 6:30 ആയിട്ടുണ്ട്. ഇന്ന് അവന് ക്ലാസ്സിന് ടെസ്റ്റുണ്ട്. അപ്പോൾ അവൻ രാവിലെ ഞാൻ എണീറ്റ് വന്നപ്പോഴേ അവിടെ നിന്ന് പഠിക്കുന്നുണ്ട്. അതൊക്കെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ. അപ്പോൾ ചായ ഇടാൻ ഇതാ ഞാൻ ഇന്നാളി പറഞ്ഞില്ലേ മസാലപ്പൊടി വാങ്ങിച്ചു വെച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ റേച്ചാൻ ഒരു ഇച്ചിരി മസാലപ്പൊടി വേണം. അപ്പോൾ ഞാനതുകൊണ്ട് ഒരു ഇച്ചിരി ഇട്ടുള്ളൂ. ഒത്തിരി ഇട്ട ഇന്നാളി കൊണ്ടുവന്നത് കുഴപ്പമില്ലായിരുന്നു. ഇത് പക്ഷേ ഒരു പ്രത്യേക വേറൊരു ടേസ്റ്റ്. ഇത് ഏത് കമ്പനിയുടെ ആയിരുന്നെന്ന് ഞാൻ അത്ര ശ്രദ്ധിച്ചില്ല. ഒത്തിരി നാളായി, അതുകൊണ്ട് അത്ര ഇപ്പോൾ ഓർമ്മയില്ല. അപ്പോൾ ഞാൻ ചായ ഇടാൻ വെച്ചിട്ടുണ്ട്. അതൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ ചായയൊക്കെ തിളച്ചു. അതിനെ ഒന്ന് ആറ്റിച്ച് കൊടുക്കണം എല്ലാവർക്കും. അതൊന്ന് ആറ്റിച്ച് ഇങ്ങനെ എടുക്കട്ടെ. ഇപ്പോൾ ഇഡലിയും ഞാൻ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞില്ലേ, ഇഡലി വേണ്ടിയവർക്ക് ഇഡലി, ഇപ്പോൾ ഡാഡിക്ക് ഇഡലി കൊടുക്കും, ഞാനും ഇഡലി കഴിക്കും. അപ്പം ദോശ വേണ്ടിയവർക്ക് ദോശ കൊടുക്കും. അപ്പോൾ സാമ്പാർ ഉണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് സാമ്പാറും ഇഡലിയാണെങ്കിൽ ഇഡലി, ദോശയാണെങ്കിൽ ദോശ. അപ്പം കൊച്ചന് രാവിലെ എണീറ്റില്ല, അപ്പോൾ അവനങ്ങ് കൊടുക്കാമെന്ന് വെച്ച്. മറ്റേത് നമ്മളില്ല പറഞ്ഞ് പഠിപ്പിക്കാതെ അവർ തന്നെത്താനൊന്ന് പഠിക്കുമ്പം അത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ചക്രി രാവിലെ എണീറ്റ് പഴിച്ചു വന്നോടി. ഡാഡിക്കും കഴിക്കാൻ കൊടുത്തു, പോൾമോനും കൊടുത്തു. പിന്നെ ഞാനങ്ങനെ രാവിലെ കഴിക്കാറില്ല, പക്ഷേ ഇന്നലെ ലൈറ്റായിട്ട് രാത്രി കഴിച്ചതുകൊണ്ട് വിശക്കുന്നുണ്ട്. അപ്പം ഞാനും കഴിച്ചു. കഷ്ണങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. ഞാൻ ഇഡലിയാണ് എടുത്തത്. അപ്പം പോൾമോനെ ഇങ്ങനെ കൊഞ്ചിച്ച് നമ്മൾ സംസാരിക്കുന്നതൊക്കെ അവന് ഭയങ്കര ഇഷ്ടമാണ്. അതാണ് ഞാനൊന്ന് കൊഞ്ചി പറഞ്ഞത്. അങ്ങനെ ആകുമ്പം ഈ കൊഞ്ചി പറയുന്നുണ്ടെങ്കിൽ അവൻ നമ്മൾ പറയുന്നത് അനുസരിക്കുകയും ചെയ്യും. കൊഞ്ചി എന്ന് പറഞ്ഞാൽ അവനെ ഒന്ന് കൊഞ്ചിപ്പിക്കുമ്പം. അപ്പോൾ അരിയൊക്കെ തിളച്ചിട്ടുണ്ട്, അതൊന്ന് അടച്ചിടണം. അപ്പം ഒന്ന് വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി ഉണ്ടാക്കുന്നുണ്ട്. ഇവിടെ പ്രൈസിന് ഭയങ്കര ഇഷ്ടമാണ്. വെണ്ടയ്ക്കയും ടൊമാറ്റോയും ഇച്ചിരി ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ഇട്ട് ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പം പെട്ടെന്ന് ആയിക്കോളും. ഒന്ന് ചൂട് പിടിച്ചാൽ പിന്നെ ചെറിയ തീയിലിട്ട് കൊടുത്താൽ മതി. പിന്നെ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ആ മേയറിൻ്റെ പാൻ വാങ്ങിച്ചതിൻ്റെ അന്ന് തൊട്ട് ഞാൻ മെഴുക്കുവരട്ടി അതിൻ്റെ അകത്താണ് കണ്ടിന്യൂസ് വെക്കുന്നത്. അപ്പോൾ അതിൻ്റെ അടിക്കത് ഒന്ന് പിടിക്കാൻ തുടങ്ങുന്നുണ്ട്. പെട്ടെന്ന് ഇപ്പോൾ അത് അടിക്ക് പിടിക്കും. റൈസമ്മോൻ ഇന്ന് ടിഫിന് കൊണ്ടുപോകാൻ മസാല ഇഡലി ഉണ്ടാക്കി. അപ്പോൾ അതൊക്കെ റെഡിയായി. അതിനുശേഷം കുടിക്കാനൊക്കെ വെള്ളം വെച്ചു.
പിന്നെ ഇന്നലത്തെ മീൻകറിയൊക്കെ ഇരിപ്പുണ്ടല്ലോ. എന്നാലും ഇന്ന് നമ്മൾ ജോലി ഇല്ലയെന്ന് ചിന്തിച്ചാലും നമുക്ക് ഒരു വീട്ടമ്മയ്ക്ക് ജോലി ഇല്ലാതിരിക്കത്തില്ല. ഇന്നത്തെ ദിവസം ജോലിയില്ല, ഒന്ന് റെസ്റ്റ് എടുക്കാമെന്ന് വെച്ചാലും നമുക്ക് പറ്റത്തില്ല. അപ്പം തുണിയൊക്കെ കഴുകാനിട്ട് ലാസ്റ്റ് ആയിട്ടുണ്ട്. ഇനി കംഫർട്ട് ഒഴിച്ചാൽ മതി. പിന്നീട് തുണികളെല്ലാം വിരിക്കണം. ഇന്ന് തുണികളൊന്നും വിരിക്കുന്ന കാണിക്കുന്നില്ല. പിന്നെ ഇന്നലത്തെ മീൻകറി ഇരിപ്പുണ്ടായിരുന്നു. അത് ഇന്നലെ ഒരു നേരമെല്ലാം എടുത്തുള്ളൂ. ഞാനൊന്നും അങ്ങനെ കഴിച്ചില്ലല്ലോ. അപ്പോൾ മീൻകറി ഇത്രയുണ്ട്. അതൊന്ന് നന്നായി തിളപ്പിച്ച് വെക്കുന്നുണ്ട്. ഇനിയിപ്പോൾ രാത്രി മതിയല്ല അത്, എന്നാലും എടുക്കുന്നില്ലെങ്കിൽ ഞാൻ അങ്ങ് തിളപ്പിച്ച് വെച്ചു. ഉച്ചയ്ക്ക് ചപ്പാത്തിക്കാർക്ക് വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിയൊക്കെ ഉണ്ടല്ലേ. അതിനുശേഷം പിന്നെ നെയ്യ് എനിക്ക് ഉരുക്കണമായിരുന്നു, നെയ്യ് ഉരുക്കിയെടുക്കണമായിരുന്നു. അപ്പോൾ ഇത് പാൽപ്പാടയാണ്. നമ്മൾ ഈ പാലിൽ നിന്നുള്ള പാൽപ്പാട എടുത്ത് ഞാൻ ഫ്രിഡ്ജിലല്ല വെക്കുന്നത്, ഫ്രീസറിൽ വെക്കും. ഇതിപ്പോൾ ഒരു 1-2 ആഴ്ചത്തെയാണ്. ഞാൻ ചിലപ്പോഴേ പാല് കാച്ചി ഫ്രിഡ്ജിൽ വെക്കാറുള്ളൂ, അതുകൊണ്ടങ്ങ് കിട്ടാറില്ല, മറന്നുപോകും. അപ്പോൾ ഇത് ഞാനിത് ഈ ചീനച്ചട്ടിയിലാണ് ഞാൻ എപ്പോഴും നെയ്യ് ഉരുക്കുന്നത്. അപ്പോൾ ഇത്രയും പാൽപ്പാട ഉണ്ടായിരുന്നു. അത് നമ്മൾ ഉരുക്കുന്നതിൻ്റെ 2-3 ദിവസത്തിന് മുമ്പിട്ടെടുത്ത് ഞാൻ ഫ്രിഡ്ജിൽ വെക്കും, ഫ്രീസറിൽ നിന്ന്. അപ്പോൾ അതൊന്ന് ലൂസായി വരും. പിന്നെ നമുക്ക് ഇട്ട് ചൂടാക്കാൻ എളുപ്പമാണ്. ഇതിങ്ങനെ അടപ്പത്തിട്ടിട്ട് ഇപ്പം ഞാൻ അതിൻ്റെ അടുത്ത് നിൽക്കുവാണെങ്കിൽ ഇച്ചിരി തീ കൂട്ടിയിട്ട് ഇങ്ങനെ ഇളക്കി വയ്ക്കണം, അല്ലെങ്കിൽ അടിക്ക് ഇച്ചിരി ഒട്ടിപ്പിടിച്ചിരിക്കും. എന്നിട്ട് അല്ല എങ്കിൽ തീ കുറച്ചിട്ടിട്ട് പോകും. അപ്പോൾ പോൾമോൻ ഇവിടെ ഇന്നലെ ഡാഡിയുടെ ഷീറ്റൊക്കെ മാറി, ഇന്നിപ്പോൾ അവൻ്റെ ഷീറ്റ് മാറുക. അപ്പോൾ ഞാൻ ഈ നെയ്യ് കുറച്ചേ ഉള്ളായിരുന്നു. നേരത്തെയൊക്കെ ആണെങ്കിൽ ഞാൻ രാവിലെ അങ്ങ് പാൽ, ഇപ്പോൾ രാത്രി നമ്മൾ അരക്കവർ പാല് എല്ലാവർക്കും വൈകിട്ട് കൊടുക്കാൻ എടുക്കുമല്ലേ. അപ്പോൾ അത് നേരത്തെയൊക്കെ ആണെങ്കിൽ ഞാൻ ഓർത്ത് അത് രാവിലെ കാച്ചി ഫ്രിഡ്ജിൽ വെച്ചിട്ട് വൈകിട്ട് ആ പാട എടുക്കുമായിരുന്നു. ഇപ്പോൾ മറന്നു പോകും. വല്ലപ്പോഴും ഓർക്കുന്ന സമയത്ത് വെക്കും. അതുകൊണ്ടാണ് ഇപ്പോൾ 1-2 ആഴ്ചയായത്. അല്ലെങ്കിൽ നമുക്ക് ഇതിനേക്കാൾ കൂടുതൽ നെയ്യ് കിട്ടിയതിനായിരുന്നു. അപ്പോൾ അത് ഇത്രയും നെയ്യ് കിട്ടി എനിക്ക്. അപ്പോൾ ഞാനൊരു അരിപ്പയിൽ ഒഴിച്ചിട്ട് ഇങ്ങനെ ഊറി വീഴുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റിലത്തെ ഈ കൊന്തുണ്ടല്ലേ, അത് ഇച്ചിരി പഞ്ചസാര ഇട്ട് തിന്നാൻ നല്ല ടേസ്റ്റാണ്. ആരെങ്കിലും ഒക്കെ അങ്ങനെ കഴിച്ചിട്ടുണ്ടോ? ഞാൻ എന്തോ ചെയ്തെന്നോ ഒരു ഇച്ചിരി എടുത്തിട്ട് ഇച്ചിരി പഞ്ചസാര ഇട്ടിട്ട് ഒരു ചപ്പാത്തി തിന്ന് നല്ല ടേസ്റ്റായിരുന്നു. ആദ്യത്തെ സംഭവം ഇങ്ങനെ ഞാൻ തിന്നത്. അല്ലെങ്കിൽ എടുത്ത് കളയവായി ഇവിടെ. ഇന്നിപ്പം ചിലപ്പോൾ അങ്ങ് കറുത്ത് പോകും. ഇന്നിപ്പം നല്ല ഇതായിട്ട് കിട്ടിയതുകൊണ്ട് ഞാൻ ഒരു സ്പൂൺ എടുത്തിട്ട് ഇച്ചിരിയും പഞ്ചസാര ഇട്ട് അത് ചപ്പാത്തിക്കകത്ത് എടുത്ത് തിന്നോണ്ടെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. അപ്പം വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിയൊക്കെ റെഡി ആയത്. ഞാൻ അതേ വെണ്ടയ്ക്ക ഞാനൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് അതേ ചട്ടിക്കകത്ത് തോരൻ വെച്ച്. അപ്പോൾ ആ വെണ്ടയ്ക്കയുടെ മസാലകളെല്ലാം ഇതിൻ്റെ അകത്ത് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ പയർ ഇത്തിരി കൂടുതലുണ്ടായിരുന്നു. റേച്ചാൻ കൊണ്ട് തന്നെ അന്ന് എത്ര 55 രൂപയ്ക്ക് ഒരു പിടി, അങ്ങനെ 10 രൂപ എങ്ങാണ്ടായിരുന്നു. അങ്ങനെ പിടി ഇങ്ങ് വാങ്ങിച്ചുകൊണ്ട് വന്നാണ് ഞാൻ എല്ലാം അങ്ങ് അരിഞ്ഞ്. ഇതിപ്പോൾ 2-3 ദിവസത്തേക്ക് നമുക്ക് കാണും. അപ്പോൾ തോരനൊക്കെ അടപ്പത്ത് വെച്ച് ഇന്നിപ്പോൾ ഇതൊക്കെ മതി. കാരണം തോരനുണ്ട്, വെണ്ടയ്ക്ക സാമ്പാറുണ്ട്, മീൻകറിയുണ്ട്, വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് തന്നെ ധാരാളം. ഇന്നലെ ഞാൻ ചിന്തിച്ച് ഇന്ന് ഒരു ജോലിയില്ലല്ലോ എന്ന്. പക്ഷേ എല്ലാം കൂടെ ഇങ്ങനെയൊക്കെ എല്ലാം അപ്പുറത്തും ഇപ്പുറത്തും നിന്നൊക്കെ നുള്ളി പറക്കി എണ്ണ ജോലി ഉണ്ടായിരുന്നു. അപ്പോൾ പയറൂടെ അടപ്പത്ത് വെച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് സഹായിക്കണേ. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.